സാറേ, ഡേവിഡ് കാറ്റല നമ്മൾ ഉദ്ദേശിച്ച ആളേ അല്ല. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ ഒരു ജയത്തോടു കൂടി തന്നെ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ മാച്ചിന്റെ നമ്മുടെ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ചില പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് എന്നെ അങ്ങോട്ട് വണ്ടർ അടിപ്പിച്ചു കളഞ്ഞു. പിന്നെ പ്രതീക്ഷിക്കാതെ വന്ന ഈ പെർഫോമൻസുകൾക്ക് ഒരുപാട് ഓവർ ഹൈപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ് ആ വീഡിയോയിൽ ഞാൻ വളരെ ടു ദ പോയിന്റ് ആയി സംസാരിച്ചത്. ഹിമനേസും ഹോർമിപ്പാമും ദാനിഷും ഒന്നും ഇങ്ങനെ കളിച്ചാൽ പോരാ, അതുപോലെ തന്നെ സച്ചിനും ദൂഷാനും മിലോസും ഒക്കെ ഇനിയും കൺസിസ്റ്റൻസി കണ്ടെത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നാലും ഞാൻ ഈ റിസൾട്ടിലും നമ്മുടെ ടീമിന്റെ പെർഫോമൻസിലും ഒരുപാട് ഹാപ്പിയാണ്. അതൊട്ടും പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ മര്യാദയ്ക്ക് കളിക്കാത്തത് കൊണ്ടാണെന്നൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സീസണിലുടനീളം നമ്മൾ കാണാത്ത ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കലിംഗയിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കളത്തിലിറങ്ങിയത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 5ാമത്തെ പോയിന്റ്, കഴിഞ്ഞ കൊല്ലം ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരാവുന്നത് അവർ ISL ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ്. ജനുവരി 9 ആ ടൂർണമെന്റ് കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് വരെയുള്ള 10 ISL മത്സരങ്ങളിൽ വെറും 2 വിജയം മാത്രമേ ഈസ്റ്റ് ബംഗാളിന് നേടാനായിട്ടുള്ളൂ. എന്നിട്ടും സൂപ്പർ കപ്പിൽ മോഹൻ ബഗാൻ, ജംഷഡ്പൂർ, ഒഡീഷ എന്നീ ടീമുകളെ മറികടന്ന് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായി. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു മോട്ടിവേഷൻ ഉണ്ടോ? നമ്മൾ ഈ മത്സരം ജയിച്ചതുകൊണ്ട് സൂപ്പർ കപ്പിലെ ഫേവറേറ്റ്സ് ആയി എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് കപ്പ് കോമ്പറ്റീഷനുകളിൽ എന്തും സംഭവിക്കാമെന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള നോക്കൌട്ട് കോമ്പറ്റീഷനുകളിൽ ലീഗ് ഫോമിന് വലിയ പ്രസക്തി ഇല്ലെന്ന് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിലും ലോക ഫുട്ബോളിലും ഒക്കെ ഒരുപാട് എക്സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ടൂർണമെന്റിനെ മാച്ച് ബൈ മാച്ച് അപ്രോച്ച് ചെയ്ത് സക്സസ് കണ്ടെത്തിക്കൂടാ? ഇതിനു മുമ്പ് വരെ ഡേവിഡ് കാറ്റല എന്ന കോച്ചിനെ കുറിച്ച് ഈ ലീഗിലെ മറ്റു ടീമുകൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിക്കാണാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ പുള്ളി ഇന്നലെ കളിച്ച ലൈനപ്പും ഫോർമേഷനും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു: മുൻധാരണകളെ തുടച്ചു നീക്കാൻ കഴിവുള്ള ഫ്ലെക്സിബിൾ ആയ ഒരു കോച്ചാണ് അദ്ദേഹമെന്ന്. ആ ഒരു സർപ്രൈസ് എലമെന്റ് നമ്മുടെ ടീമിന് മെയിൻറ്റെയിൻ ചെയ്യാനായാൽ തീർച്ചയായും ഈ ഒരു കോമ്പറ്റീഷനിൽ അത് നമുക്ക് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. 4ാമത്തെ പോയിന്റ്, ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ടീം ഒരു ക്ലീൻ ഷീറ്റ് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതൊരു മഹാത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈവൻ അഗൈൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ മിനിമം ഒരു ഗോളെങ്കിലും കൺസീഡ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇതിനു മുമ്പ് ഈ സീസണിൽ നമ്മൾ ആരും കാണാത്ത ഒരു യൂണിറ്റി നമ്മുടെ ഡിഫൻസിൽ ഉണ്ടായിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ ജഡ്ജ്മെന്റ് എറർ വരുത്തിയാൽ അവരെ കവർ ചെയ്യാൻ മറ്റുള്ള ടീംമേറ്റ്സ് കാണിക്കുന്ന ആ ഒരു മെന്റാലിറ്റി നമ്മളിൽ കണ്ടു. അത് ഹോർമിപ്പാമിനെ വെട്ടിച്ച് മുന്നേറിയ വിഷ്ണുവിനെ ബ്ലോക്ക് ചെയ്ത ബികാഷ് ആവട്ടെ, നവോച്ച അറ്റാക്ക് ചെയ്തപ്പോൾ ഡിഫൻസിൽ സപ്പോർട്ട് നൽകിയ ദൂഷാൻ ആവട്ടെ, വിപിൻ ആവട്ടെ, എല്ലാവരും ആ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഇതിൽ ബികാഷിന്റെ പക്വത എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ കളി ഇതിനു മുമ്പ് കാണാത്ത ഒരാളോട് ഈ സെന്റർ ബാക്കിന് വെറും 21 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല. കാരണം ഇന്നലെ ബികാഷ് ആ പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത തന്റെ പെർഫോമൻസിൽ കാണിച്ചു. ഈ ഒരു സെന്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന പ്ലെയറിനെ അപേക്ഷിച്ച് 21 വയസ്സെന്ന് പറഞ്ഞാൽ അവരുടെ പീക്കിനേക്കാളും ഒരുപാട് പുറകിലാണ്. കൂടുതൽ എക്സ്പീരിയൻസ് നേടുന്തോറും ഈ ഒരു കാണിക്കുന്ന പൊട്ടൻഷ്യൽ ഫുൾഫിൽ ചെയ്യാനുള്ള സാധ്യതയും കൂടും. എന്തായാലും പുതിയൊരു റൈറ്റ് ബാക്ക് ടീമിലേക്ക് അടുത്ത സീസൺ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ വർക്കൗട്ട് ആയാൽ ഈ ഡിഫൻസിലെ ശാപം കുറെയൊക്കെ ഒഴിവാവും. അതിന്റെയൊക്കെ ചുക്കാൻ പിടിക്കാൻ ബികാഷും ഉണ്ടാവും. 3ാമത്തെ പോയിന്റ്, നിങ്ങൾ എല്ലാവരും ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഡേവിഡ് കാറ്റല ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയ്ക്ക് ഓൾ ഔട്ട് അറ്റാക്കിന് ഒരു പെർമിഷൻ കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ മത്സരത്തിന്റെ പ്രീവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കാറ്റല തന്റെ ഫുൾ ബാക്സിൽ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്ന ഒരു കോച്ചാണെന്ന്. നവോച്ചയ്ക്ക് ഇന്നലെ ലഭിച്ച ഈ ഫ്രീഡം ആ ഒരു പോയിന്റിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്നു. നവോച്ചയ്ക്ക് ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ എന്ന പോലെയാണ് ആ ലെഫ്റ്റ് മിഡ്ഫീൽഡിൽ വിപിൻ കളിച്ചത്. ആ വിങ്ങിലൂടെയുള്ള അറ്റാക്കിന്റെ കുത്തക മൊത്തത്തിൽ നവോച്ച ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ പറയാം. നവോച്ചെ ഒരു കംപ്ലീറ്റ് ഫുൾ ബാക്ക് ആവുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത്, ഫൈനൽ തേർഡിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഫൈനൽ ബോൾ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നൽകാൻ പറ്റാത്തത്. രണ്ടാമത്തേത്, ഡിഫെൻസീവ്ലി എടുക്കുന്ന തീരുമാനങ്ങളിൽ മെജോറിറ്റിയും ലോജിക്കിനേക്കാൾ ഉപരി കുറച്ചുകൂടെ ഇമോഷനുകളിൽ നിന്നും ഉടലെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് സെറ്റ് ആക്കിയാൽ പിന്നെ ലെഫ്റ്റ് ബാക്കിൽ വേറൊരു ഫസ്റ്റ് ചോയ്സ് ഓപ്ഷനെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനർജി ആണെങ്കിലും പേസ് ആണെങ്കിലും കമ്മിറ്റ്മെന്റ് ആണെങ്കിലും എല്ലാം മോർ ദാൻ സാറ്റിസ്ഫാക്ടറി ആണ്. ശരിക്കും ഈ ഒരു മത്സരത്തിന് ശേഷം കാറ്റലയുടെ കീഴിൽ നവോച്ച എത്രത്തോളം ഡെവലപ്പ് ചെയ്യും
എന്നറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു പക്ഷേ ഈ കോച്ചിന് കീഴിൽ നവോച്ച നമ്മൾ മുൻപൊന്നും കാണാത്തത്ര ഇംപ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതിനായി വിപിനെ പോലൊരു പ്ലെയറിന്റെ ക്രിയേറ്റിവിറ്റിയെ അടിച്ചമർത്തുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ ഒരു മത്സരം കൊണ്ട് മാത്രം വിപിൻ മൊത്തത്തിൽ ഇങ്ങനെ ഒരു റോളിലേക്ക് ട്രാൻസിഷൻ ആവും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ അവന്റെ ക്വാളിറ്റികൾ ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സെൻട്രൽ ഏരിയയിലാണ്. ആ പൊസിഷനിൽ വിപിൻ ഷൈൻ ചെയ്യുന്നത് കാണാനാണ് എനിക്കും ആഗ്രഹം. അടുത്ത പോയിന്റിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു 3825 വർഷം പിന്നിലേക്ക് പോയാലോ, അതായത് ഏകദേശം 1800 BC. കളി ജയിച്ചപ്പോ എന്റെ കിളി പോയോ? അതല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം. പണ്ട് 1800 BC മനുഷ്യരാശിയുടെ അധപതനം മൂലം ദൈവം ഈ ലോകത്തിനെ അതിന്റെ ഉത്ഭവത്തിന് ശേഷമുള്ള സ്ഥിതിയിലേക്ക് മാറ്റാൻ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ തീരുമാനിച്ചു. ആ ഒരു വെള്ളപ്പൊക്കം സർവൈവ് ചെയ്തത് നോവയും കുടുംബവും മാത്രമാണ്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ വീണ്ടും ഒരു നല്ല മനുഷ്യരാശി ഉണ്ടാവാൻ ദൈവം ബാക്കി വെച്ച ഒരേ ഒരാള് നോവ. ഇതാണ് നോവാസ് ആർക്കിനെ കുറിച്ച് എനിക്കുള്ള ചെറിയൊരു ഐഡിയ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ക്ലബിന്റെ അവസ്ഥയും ഇന്നലത്തെ നോവാ സദോയുടെ പെർഫോമൻസും കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? അതോ ഇങ്ങനത്തെ വട്ടൊക്കെ എനിക്ക് മാത്രമാണോ ഉള്ളൂ? എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെ നോവ നമ്മൾ ആരും ഇതുവരെ കാണാത്ത ഒരു പുനർജന്മം പോലെ തോന്നി. കളിയുടെ തുടക്കം മുതലേ ഒരു കംപ്ലീറ്റ് ടീം പ്ലെയർ ആയിട്ടാണ് നോവ കളിച്ചത്. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ മാറ്റിവെച്ച് ടീമിലെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് അവസരങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചു. ഈവൻ ഡിഫെൻസീവ്ലി വരെ നോവ ട്രാക്ക് ബാക്ക് ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ടാണ് കളിച്ചത്. നമുക്ക് വേണ്ടി ആ പെനാൽറ്റി വിൻ ചെയ്തപ്പോഴും അതിനുശേഷം ആദ്യത്തെ കിക്ക് ഹിമനേസ് മിസ് ചെയ്തപ്പോഴും ഒരിക്കൽ പോലും നോവ തനിക്ക് ആ കിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല. മറിച്ച് ഹിമനേസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ആ വണ്ടർ ഗോൾ. ഈ ലീഗില് വീക്ക് ഫുട്ട് വെച്ച് അമ്മാതിരി ഐറ്റം പടച്ചുവിടാൻ കഴിവുള്ള പ്ലേയേഴ്സ് വളരെ കുറവാണ്. ഒരു 1.5 ഐറ്റം. ഈ ഒരു സെയിം മെന്റാലിറ്റിയോട് കൂടിയാണ് നോവ ഇനി അങ്ങോട്ട് കളിക്കാൻ പോകുന്നതെങ്കിൽ ഈ നോവ 2.0 വെർഷൻ നമ്മുടെയൊക്കെ രക്ഷകനായി ഇനിയും വാഴ്ത്തപ്പെടും. പോയിന്റ് നമ്പർ 1, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കോച്ച്. അതാണ് ഡേവിഡ് കാറ്റല എന്ന് അദ്ദേഹം ഇതിനോടകം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഈ മാച്ചിന് മുമ്പ് കാറ്റല വലിയ ഡയലോഗുകളൊന്നും അടിച്ചില്ല. പറഞ്ഞ വളരെ ചുരുക്കം കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. തന്റെ ടീം എന്തായാലും കമ്പീറ്റ് ചെയ്യും, ഡിഫെൻസീവ്ലി കോമ്പാക്റ്റ് ആയി നിൽക്കാൻ ശ്രമിക്കും, അതുപോലെ തന്നെ ഓരോ പ്ലെയറും ഈ ടീമിന് വേണ്ടി 100% നൽകും. ഈ മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് മാത്രം കാണുന്ന ഒരാളോട് ഞാൻ ഇത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഞാനും നിങ്ങളും ഇതിന്റെ 90 മിനിറ്റ് കണ്ടതാണ്. നമുക്കറിയാം ഇത് വെറും നോവാ സദോയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം നമ്മൾ ജയിച്ചൊരു മത്സരം അല്ലെന്ന്. ഓരോ പ്ലെയറും ഓഫ് ദ ബോൾ ആവട്ടെ ഓൺ ദ ബോൾ ആവട്ടെ ഒരു ഇന്റന്റ് കാണിച്ചു എന്ന് നമുക്ക് കോൺഫിഡൻസോടുകൂടി പറയാം. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ ഒരു ഇന്റന്റും മെന്റാലിറ്റിയും ഒക്കെയാണ് ഈ സീസണിൽ കുറെ മത്സരങ്ങളിൽ നമുക്ക് ഇല്ലാതെ പോയത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ നിന്നും ബോളിന്റെ പൊസിഷൻ നഷ്ടമാവുകയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ കാണിക്കുന്ന ആ ഒരു ആവേശം, അതുപോലെ തന്നെ ഓരോ സെക്കൻഡ് ബോളും വിൻ ചെയ്യാൻ നമ്മൾ ഇടുന്ന എഫേർട്ട്, ഇതിലെല്ലാം ഈസ്റ്റ് ബംഗാളിനേക്കാൾ വളരെ മുന്നിലായിരുന്നു നമ്മൾ. വെറും 16 ട്രെയിനിങ് സെഷൻ കൊണ്ട് മാത്രം പുതിയൊരു രാജ്യത്ത് ഇങ്ങനൊരു ചേഞ്ച് അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഉറച്ചു മനസ്സിലാക്കാം. താൻ എന്ത് ചെയ്യണം, എന്ത് ഫിലോസഫി തന്റെ പ്ലേയേഴ്സിലേക്ക് പാസ് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ഐഡിയ ഉള്ള ഒരു കോച്ചാണ് ഡേവിഡ് കാറ്റല. ഈ ഒരു ജയം കൊണ്ട് മാത്രം കാറ്റല ഒരു വലിയ റെവല്യൂഷൻ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരാൻ പോകുന്നില്ല. അതിന് നമ്മൾ ഇനിയും കുറെ ദൂരം താണ്ടണം. ആ ഒരു ജേർണിയിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും വരും. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ടീമിനെ അവരുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് പുഷ് ചെയ്യാൻ കാറ്റല എന്തായാലും ശ്രമിക്കും. ഇതായിരുന്നു ഞാൻ ഈ മത്സരത്തിൽ നിന്നും നോട്ടീസ് ചെയ്ത 5 കാര്യങ്ങൾ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വേറെ എന്തെങ്കിലും ഫാക്ടർ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഈ മുന്നോട്ട് വെച്ച ആശയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും മോഹൻ ബഗാനെതിരെയുള്ള അടുത്ത മത്സരത്തിന് മുമ്പ് കുറച്ച് പോസിറ്റിവിറ്റി എന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് വി ക്യാൻ ഡു ദിസ്. ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ആസ് ഓൾവേസ് യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.